ഇന്ന് നമുക്ക് ഷോ ടൈം എന്ന തെലുങ്ക് സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, രാവിലെ തന്നെ വീട്ടിലേക്കുള്ള പാല് വാങ്ങുവാനായിട്ട് കടയിലേക്ക് പോയ ഭർത്താവ് അതേസമയം ഭാര്യ ഫോൺ വിളിച്ചിട്ട് എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്ന് പറയുന്നു. അതനുസരിച്ച് വെപ്രാളപ്പെട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് കാണുന്ന കാഴ്ച, വീട്ടിലൊരുത്തൻ മരണപ്പെട്ട് കിടക്കുന്നു. ഭാര്യയാണെങ്കിലോ അടുത്തിരുന്ന് ഒരുപാട് കരച്ചിലും. അതാരാണെന്ന് അവളോട് ചോദിക്കുന്നുമുണ്ട്. അത് യഥാർത്ഥത്തിൽ ആരായിരിക്കും? പിന്നീട് ആ ഡെഡ് ബോഡിയും കൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അവരെന്തൊക്കെ നേരിടേണ്ടി വന്നു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ 3 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഫ്ലാറ്റാണ് കാണിക്കുന്നത്. എല്ലാ വീക്കെൻഡിലും ഈ 3 ഫാമിലിയും ഒരുമിച്ച് ടെറസിൽ പോയിരുന്ന് പാട്ട് പാടുകയും ഫുഡ് കഴിക്കുകയും എൻജോയ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മുടെ നായകനായ സൂര്യയും കുടുംബവുമുണ്ട്. സൂര്യയും ഭാര്യയും കുഞ്ഞുമടങ്ങുന്നതാണ് സൂര്യയുടെ ഫാമിലി. എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. എന്നാൽ അതേ സമയം തന്നെ റോഡിലൂടെ നൈറ്റ് പെട്രോളിങ്ങിന് പോലീസ് ഉദ്യോഗസ്ഥർ പോവുകയായിരുന്നു. അടുത്തിടെയായിട്ട് ചാർജ് എടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അയാളാണെങ്കിൽ ഒരു സൈക്കോയാണ്. പോകുന്ന വഴിയിൽ വെച്ച് ആ ഒരു ബിൽഡിങ്ങിൽ നിന്നും ഒരുപാട് ശബ്ദം കേൾക്കുന്നത് കേൾക്കും. എന്താ അവിടെ ഇത്രയും ബഹളം? നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വന്നേ എന്ന് കോൺസ്റ്റബിളിനോട് പറയുന്നു. അതനുസരിച്ച് കോൺസ്റ്റബിൾ ആണെങ്കിലോ ടെറസിന് മുകളിലേക്ക് എത്തും. അപ്പോൾ കാണുന്ന കാഴ്ച, 3 ഫാമിലിയും പാട്ട് പാടുകയും ബഹളം വെക്കുകയും ഒക്കെ ചെയ്യുന്നതാ. അതെ, 10-10:30 മണിയായി. ഇപ്പോഴും നിങ്ങളിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണോ? ഇവിടെയുള്ള എല്ലാവരും ഉറങ്ങി. എല്ലാവരും പിരിഞ്ഞു പോയി, എല്ലാവരും പോയി കിടന്നുറങ്ങാനായി നോക്കിയെന്ന് കോൺസ്റ്റബിൾ പറയുന്നു. അത് കേട്ട് ദേഷ്യമെന്ന് സൂര്യ പറയുന്നത്, സാറേ, എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ഇതുപോലെ ഒത്തുകൂടുന്നത് പതിവാ. പിന്നെ ഇത് ഞങ്ങളുടെ വീടല്ലേ, ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതിന് സാറെന്തിനാ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുന്നു. അത് കേട്ട് കോൺസ്റ്റബിളും സൂര്യ വഴക്ക് പറയും. ഇതേ ഞങ്ങളുടെ വീടാ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറഞ്ഞതിന് കോൺസ്റ്റബിൾ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ തുണിയൊന്നുമില്ലാതെ നടക്കുമോ എന്നായിരുന്നു. അത് കേട്ട് സൂര്യക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. സൂര്യയാണെങ്കിൽ കോൺസ്റ്റബിളുമായിട്ട് നല്ല വഴക്കാകും. ഇത് പുറത്തുനിന്ന് കേൾക്കുകയായിരുന്ന ആ ഒരു സബ് ഇൻസ്പെക്ടർ ഇല്ലേ, അയാളാണെങ്കിൽ മുകളിലേക്ക് കയറി വരും. എന്താ ഇവിടെ ബഹളമെന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയും, സാറേ, എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ഇതുപോലെ തന്നെയാ, എല്ലാവരും ചേർന്ന് എൻജോയ് ചെയ്യും. ദേ ഈ സാറ് വന്ന് ഇവിടെ വലിയ ബഹളമാണെന്ന് പറയുമ്പോൾ, ആ പോലീസ് ഇൻസ്പെക്ടർ ഒരു സൈക്കോയല്ലേ? ആ സൈക്കോയായ പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിലോ സൂര്യയോട് ചൂടാകുന്നു. സൂര്യയും പോലീസ് ഇൻസ്പെക്ടറിനോട് തിരിച്ച് ദേഷ്യപ്പെടും. അങ്ങനെ അത് വലിയ വഴക്കായി. അവസാനം സൂര്യയോട് പറയും, എങ്കിലൊരു കാര്യം ചെയ്യാം, എല്ലാവരും പിരിഞ്ഞു പോകട്ടെ, നീ എല്ലാ ദിവസവും വന്നിട്ട് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നും ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ പറയും. അത് കേട്ട് സൂര്യ ചോദിക്കുന്നത്, ഞാൻ എന്തിനു വന്ന് ഒപ്പിടണം? അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എനിക്കും മിനിസ്റ്ററിനെയും MLA ഒക്കെ അറിയാം. അവരെല്ലാവരും എന്റെ കമ്പനിക്കാരാണെന്നുമുള്ള കാര്യം സൂര്യ പറയുന്നു. ആരും നിന്റെ കമ്പനിക്കാരെന്ന് പറഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നീ നാളെ മുതൽ വന്ന് ഒപ്പിട്ടേ പറ്റുള്ളൂന്നും പോലീസുകാരൻ പറയുന്നു. അത് കേട്ട് സൂര്യയുടെ ഭാര്യയെ ശാന്തി ചോദിക്കും, എന്റെ ഹസ്ബൻഡ് അതിനു വേണ്ടിയിട്ട് എന്ത് തെറ്റാ ചെയ്തത്? എന്ത് കാരണത്തിനാലാ എന്റെ ഹസ്ബൻഡ് വന്ന് ഒപ്പിടേണ്ടത് എന്ന് ചോദിക്കും. അതിന് മറുപടിയായിട്ട് ആ പോലീസുകാരൻ പറയുന്നത്, നിന്റെ ഹസ്ബൻഡ് വരുന്നതിനാണോ പ്രശ്നം? എങ്കിൽ കൂടെ നീയും വന്നു എന്ന് മോശമായിട്ടുള്ള രീതിയിലാണ് ശാന്തിയെ പറയുന്നതും. അതോടുകൂടി കൂടി നിന്ന മറ്റു കുടുംബാംഗങ്ങളും ആ ഒരു പ്രശ്നത്തിലേക്ക് പങ്കുചേരുകയാണ്. അത് വലിയ വിഷയമാകുമെന്ന് കണ്ടതോടുകൂടി പോലീസുകാരാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. ശാന്തിയും കൂട്ടി സൂര്യ റൂമിലേക്ക് വന്നു. അവർ 3 പേരും ഉറങ്ങുവാനായി കിടക്കുകയാണ്. അപ്പോൾ സൂര്യ ചോദിക്കും, എന്നെ കാരണമാണല്ലേ നിന്റെ അച്ഛനും അമ്മയുമൊന്നും നിന്നോട് മിണ്ടാതായത്? നീ എന്നോടൊപ്പം ഇറങ്ങി വന്നത് കൊണ്ടല്ലേ നിനക്ക് നിന്റെ കുടുംബക്കാരെ നഷ്ടമായതെന്ന് ചോദിക്കും. എന്നാൽ അതിന് മറുപടിയായിട്ട് ശാന്തി പറയുന്നത്, അത് ഞാനങ്ങനെ ഇറങ്ങി വന്നത് കൊണ്ട് അച്ഛൻ എന്തായാലും ദേഷ്യം കാണുമല്ലോ. ദേഷ്യമൊക്കെ മാറുമ്പോൾ അവരെന്തായാലും നമ്മളോട് സഹകരിക്കും. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ശാന്തിയാണെങ്കിൽ സൂര്യയെ സമാധാനിപ്പിക്കുന്നു. അതേസമയം തന്നെയായിരുന്നു സൂര്യയ്ക്കൊരു കോള് വരുന്നതും. അതനുസരിച്ച് സൂര്യ പുറത്തേക്ക് വരും. അപ്പോൾ അവിടെ സൂര്യയെ കാത്തു നിൽക്കുന്നത് ശാന്തിയുടെ സഹോദരനാണ്. ശാന്തിയുടെ സഹോദരൻ പറയും, നാളെ ഇവിടെ എന്റെ അച്ഛനും അമ്മയും വരുന്നു, ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. അത് കേട്ട് സൂര്യ പറയും, ഇത് തന്നെയാ കുറെ നാളായിട്ട് നീ പറയുന്നത്. എല്ലാ തവണയും നീ ഇങ്ങനെ പറയും. അവളാണെങ്കിലോ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും. അവസാനം അവള് പറ്റിക്കപ്പെടും, നിന്റെ അച്ഛനും അമ്മയും വരില്ല എന്ന് പറയും. അത് കേട്ട് അനിയൻ പറയുന്നത്, ഇത്തവണ അവര് വരുന്നത് ഉറപ്പ് തന്നെയാ. ഞാനാ അവർക്ക് വേണ്ടിയിട്ട് ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തത്. നീ നോക്കെന്ന് പറഞ്ഞ് ടിക്കറ്റും എടുത്ത് കാണിക്കുന്നു. അതോടുകൂടി സൂര്യക്ക് വിശ്വാസമായി. സൂര്യ പറയും, ഈ കാര്യം ശാന്തി അറിയണ്ട, നമുക്ക് അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്നും സൂര്യ പറയുന്നു. അതനുസരിച്ച് സഹോദരനും അംഗീകരിക്കുകയാണ്. ആ ഒരു ബിൽഡിങ്ങില് സൂര്യയുടെ കുടുംബം ഉൾപ്പെടെ 3 കുടുംബമല്ലേ താമസിക്കുന്നത്. സൂര്യ നേരെ പോകുന്നത് അതിൽ സൂര്യ ഏറ്റവും കൂടുതൽ കമ്പനിയുള്ള ഒരു ചേട്ടന്റെ വീട്ടിലേക്കാണ്. എന്നിട്ട് അവരോട് ആ കാര്യം പറയുന്നു.
ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാ ശാന്തിയുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ആഹാരം ഉണ്ടാക്കണം. നിങ്ങളൊന്ന് ആഹാരം ഉണ്ടാക്കി തരുമോ? ഇവിടെ ഒരാൾ ആഹാരം വെക്കുവാനായിട്ട് വരുന്നില്ലേ? ആ ഒരാളിനോട് പറഞ്ഞ് നല്ല രീതിക്ക് ആഹാരം ഉണ്ടാക്കി തരണം. കാരണം ശാന്തിക്ക് സർപ്രൈസ് കൊടുത്തിരിക്കുക. അവൾ അറിയണ്ട അവളുടെ അച്ഛനും ഉമ്മയും വരുന്നത് എന്നുള്ള കാര്യവും സൂര്യ പറയുന്നു. നല്ല ആഹാരം ഉണ്ടാക്കി കൊടുക്കാമെന്നും ആ ഒരു ചേട്ടനും ചേച്ചിയും അവിടെ ഫുഡ് ഉണ്ടാക്കാൻ വരുന്ന ആളും സമ്മതിക്കുന്നു. അടുത്ത ദിവസം വെളുപ്പിന് തന്നെ ഫുഡ് ഉണ്ടാക്കുന്ന ആൾ വന്ന് നല്ല രീതിക്ക് ആഹാരമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ്. അയാളെ യാത്രയാക്കിയിട്ട് വരികയായിരുന്നു സൂര്യ. അപ്പോഴേക്കും സൂര്യയുടെ അടുത്തായിട്ട് പേപ്പർ ഇടുന്ന പയ്യൻ വന്ന് പേപ്പർ എടുത്തെറിയുന്നു. എന്നിട്ട് ഉടനെ തന്നെ സൂര്യയോട് ചോദിക്കും, ചേട്ടാ ഇവിടെ ഇന്നലെ എന്താ പ്രശ്നമുണ്ടായത് എന്ന് ചോദിക്കുന്നു. സൂര്യയാണെങ്കിൽ നടന്ന കാര്യം അവനോട് പറയും. അല്ല, ആ ഒരു പോലീസ് ഇൻസ്പെക്ടറിലെ നിങ്ങളെയും ഫാമിലിയെയും പറ്റി ഇവിടെ ആകെ അന്വേഷിക്കുന്നുണ്ട്. അയാളെ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ ആ ഒരു പത്രമിടുന്ന പയ്യൻ പറഞ്ഞിട്ട് പോകുന്നു. അത് കേട്ട് പോലീസുകാരൻ പണി തുടങ്ങിയല്ലോ എന്നാണ് സൂര്യ ചിന്തിക്കുന്നതും. അതിനുശേഷം തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ശാന്തി കുളിച്ചൊരുങ്ങുന്നതാണ് കാണുന്നത്. കാരണം ശാന്തിയുടെ അനിയൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് നല്ല ദിവസമാ, ചേച്ചി ചേട്ടനെയും കുഞ്ഞിനെയും കൂട്ടി അമ്പലത്തിലേക്ക് ഒന്ന് പോകുവാനായിട്ടും ശാന്തിയോട് അനിയൻ വിളിച്ചു പറഞ്ഞു. അതനുസരിച്ച് ഏതോ നല്ല ദിവസമാ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാമെന്നും പറഞ്ഞാണ് ശാന്തി റെഡിയാകുന്നതും. അതിനു മുൻപായിട്ട് നിങ്ങളൊന്ന് കടയിൽ പോയി ഒരു കവർ പാല് വാങ്ങിക്കൊണ്ട് വന്നേ എന്നും സൂര്യയോട് പറയുന്നു. സൂര്യയാണെങ്കിൽ തന്റെ മകളെയും കൂട്ടിയാണ് കടയിലേക്ക് പോകുന്നതും. കടയിലെത്തി സാധനം വാങ്ങുവാനായി നിൽക്കുന്ന സമയം തന്നെ ആ കടക്കാരൻ ചോദിക്കുന്നു, നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ എന്തായിരുന്നു പ്രശ്നം? അല്ല, ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ പറ്റിയൊക്കെ ഇവിടെ അന്വേഷിക്കുന്നു. എന്റെ കടയിലും വന്ന് അന്വേഷിച്ചു. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ നടന്ന കാര്യമെല്ലാം സൂര്യ തുറന്നു പറയും. അത് കേട്ട് കടക്കാരൻ പറയും, ആ ഇൻസ്പെക്ടറെ പുതുതായിട്ട് ചാർജ് എടുത്ത് വന്നതാ. പക്ഷേ കണ്ടിട്ടെന്തോ വശപിശക്ക്, ആളത്തെ സൈക്കോയാണെന്നാ തോന്നുന്നത്. ഒന്ന് സൂക്ഷിച്ചോളണമെന്നും സൂര്യയോട് ആ കടക്കാരൻ പറയുന്നു. കടക്കാരനോട് സംസാരിച്ചു കൊണ്ട് നിന്ന് സാധനം വാങ്ങിയിട്ട് തിരികെ നോക്കിയ സമയത്ത് സൂര്യയുടെ കുഞ്ഞിനെ കാണുന്നില്ല. അവൻ കുഞ്ഞിനെ അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു കടക്കാരന്റെ ഫോണിലേക്ക് ശാന്തി വിളിക്കുന്നതും. കാരണം സൂര്യ ഫോൺ എടുത്തില്ലായിരുന്നു പോകുന്ന സമയത്ത്. ശാന്തിയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായി കടക്കാരനാണെങ്കിൽ സൂര്യക്ക് ഫോൺ കൊടുക്കും. നിങ്ങൾ എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്ന് വല്ലാത്ത ടെൻഷനോട് കൂടിയാണ് ശാന്തി സംസാരിക്കുന്നതും. എന്തോ പ്രശ്നമുണ്ടെന്ന് സൂര്യക്ക് മനസ്സിലായി. നമ്മുടെ മകൾ വീട്ടിലേക്ക് എത്തിയോന്ന് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ശാന്തി കോളും കട്ട് ചെയ്ത് കളഞ്ഞു. അതോടുകൂടി പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ സൂര്യ തന്റെ വീട്ടിലേക്ക് ഓടി ചെല്ലും. ശാന്തി കഥക് തുറക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞിങ്ങ് എത്തിയോന്ന് ചോദിക്കും. അവളിങ്ങെത്തി. പക്ഷേ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് സൂര്യ അകത്തേക്ക് വിളിക്കുമ്പോൾ അവൻ കാണുന്ന കാഴ്ച അകത്ത് മരിച്ചു കിടക്കുന്ന ഒരു പയ്യനെയാണ്. എന്താ അവിടെ സംഭവിച്ചത്? ഇതാരാ എന്നൊക്കെ ശാന്തിയോട് ചോദിക്കും. ശാന്തി കരഞ്ഞുകൊണ്ട് ടെൻഷനിൽ പറയും, നിങ്ങൾ കടയിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മകളാണെങ്കിൽ ഇവിടേക്ക് ഓടി വന്നു. പക്ഷേ ഞാൻ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ കിടക്കുന്ന ആളില്ലേ, അയാൾ നമ്മുടെ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും മാല പൊട്ടിക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഞാൻ ഉടനെ തന്നെ കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് അവനെ പിടിച്ച് ദൂരേക്ക് തള്ളിയ സമയത്ത് അവൻ തറയിൽ വന്ന് വീണു. പിന്നീട് അവന് ഒരു അനക്കവുമില്ല. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞാണ് ശാന്തി കരയുന്നതും. നീ വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ നേരെ അവന്റെ നെഞ്ചത്തേക്ക് കൈവച്ച് നോക്കുന്നു. ഹാർട്ടടിപ്പുമില്ല. മൂക്കിൽ കൈവച്ച് നോക്കുമ്പോൾ ശ്വാസവുമില്ല. അവൻ മരിച്ചുവെന്ന് അവർക്ക് ഉറപ്പ് വന്നു. അത് കണ്ടതും ശാന്തി പൊട്ടിക്കരയുവാനായും തുടങ്ങി. ശാന്തിയോട് സൂര്യ പറയും, നീ ഒന്നും പേടിക്കണ്ട, എല്ലാ കാര്യവും ഞാൻ നോക്കിക്കോളാം. പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായി പോലീസുകാർ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നീയാണിത് ചെയ്തതെന്ന് പറയരുത്. കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും ഇവൻ മാല പൊട്ടിക്കുവാനായി ശ്രമിച്ച സമയത്ത് ഞാൻ വന്ന് അവനെ പിടിച്ച് തള്ളി. അത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് ശാന്തിയോട് പറയും. എന്നാൽ ശാന്തി ചോദിക്കുന്നത്, ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങൾ എന്തിനാ കുറ്റക്കാരനാകുന്നത് എന്ന് പറഞ്ഞാണ് അവൾ കരയുന്നതും. സൂര്യയും ശാന്തിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെയായിരുന്നു ആ മരണപ്പെട്ട് കിടക്കുന്ന കള്ളനില്ലേ അയാളുടെ ഫോൺ റിങ് ചെയ്യുന്നതും. സൂര്യ ഫോൺ എടുത്ത് നോക്കും. അപ്പോൾ വിളിക്കുന്നത് അയാളുടെ വൈഫാണ്. വൈഫ് കോൾ എടുക്കുന്ന സമയത്ത് പറയും, നിങ്ങൾ എന്താ വീട്ടിലേക്ക് വരാത്തത്? നമുക്ക് എത്ര കാശില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും സമാധാനത്തോടു കൂടി ജീവിക്കാം, നിങ്ങളിങ്ങ് വീട്ടിലേക്ക് വാ എന്ന് പറയും. അതേസമയം തന്നെ അയാളുടെ മകളാണെങ്കിൽ ഫോൺ പിടിച്ചു വാങ്ങിയിട്ട്, അച്ഛൻ എന്താ വീട്ടിലേക്ക് വരാത്തത്? അമ്മയുമായിട്ട് വഴക്കിട്ടത് കൊണ്ടാണോ? അമ്മ ഇനി അച്ഛനെ വല്ലതും പറഞ്ഞാൽ ഞാൻ അമ്മയെ തല്ലും. പിന്നെ അച്ഛന് ഞാൻ ഒരിക്കലും ഇനി ഒരു കാര്യവും വേണമെന്ന് പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല. എനിക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞിട്ട് മകളാണെങ്കിൽ കരയുവാനായും തുടങ്ങി. അതെല്ലാം കേട്ടുകൊണ്ടുന്ന സൂര്യയും ശാന്തി
ശാന്തിയും പൊട്ടിക്കരയുകയാണ്. ശാന്തി പറയും, അയ്യോ, ഒരു ഫാമിലി മാനെയാണല്ലോ ഞാൻ കൊന്നു കളഞ്ഞത്, ഞാൻ എന്ത് വലിയ തെറ്റാ ചെയ്തത് എന്ന് പറഞ്ഞാണ് ശാന്തി വല്ലാതെ കരയുന്നതും. ശാന്തിയുടെ കരച്ചിൽ കണ്ട് സൂര്യ പറയും, നീ നോക്ക്, നീ ഒന്നും ചെയ്തില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആര് ചോദിച്ചാലും നീ പറഞ്ഞാൽ മതി, എനിക്ക് എന്തായാലും നമ്മുടെ ഫാമിലിയാണ് വലുതെന്നും സൂര്യ പറയുന്നു. അതേ സമയം തന്നെയായിരുന്നു ആരോ കോളിംഗ് ബെല്ലടിക്കുന്നതും. അത് കേട്ട് സൂര്യയും ശാന്തിയും വല്ലാതെ ടെൻഷനാകും. ഉടനെ തന്നെ സൂര്യ പോയിട്ട് ആ മരിച്ചു കിടക്കുന്ന ആളിലെ അയാളുടെ ഡെഡ് ബോഡി അവിടെ നിന്നും മാറ്റി അവർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു റൂമുണ്ട്, ആ റൂമിലേക്ക് കൊണ്ടുവന്ന് ആരും അറിയാതെ ഒളിപ്പിച്ച് വെക്കുന്നു. അതിനുശേഷം ചെന്ന് ഡോറ് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ കടക്കാരനാണ് വന്ന് നിൽക്കുന്നത്. സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് ഒന്നും എടുക്കാതെ പോയല്ലേ, ദേ സാധനങ്ങളെന്ന് പറഞ്ഞിട്ട് അയാൾ ആ സാധനങ്ങളെല്ലാം സൂര്യയെ ഏൽപ്പിക്കും. മാത്രമല്ല, ഗേറ്റിനടുത്ത് കിടന്ന് ഒരു പേഴ്സും കിട്ടിയെന്ന് പറഞ്ഞിട്ട് പേഴ്സും സൂര്യ ഏൽപ്പിക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ആ കള്ളനില്ലേ, അയാളുടെ പേഴ്സാണ്. അയാളുടെ ഫാമിലി ഫോട്ടോയും ആ ഒരു പേഴ്സിനുള്ളിലുണ്ട്. അത് കാണുന്ന സൂര്യ വല്ലാത്ത ടെൻഷനാകുന്നു. സൂര്യ പറയും, ഇവിടെ പത്രമിടാൻ വരുന്നൊരു പയ്യനുണ്ട്, മിക്കവാറും അവന്റെ ആയിരിക്കാം, ഞാനത് അവന് തിരിച്ചു കൊടുക്കാമെന്നും സൂര്യ പറയുന്നു. എന്നിട്ട് അവൻ പേഴ്സും വാങ്ങി വെക്കുകയാണ്. പക്ഷേ സൂര്യയുടെ മുഖത്താണെങ്കിൽ വല്ലാത്ത പരിഭ്രാന്തി കണ്ടിട്ട് ഉടനെ തന്നെ കടക്കാരൻ പറയും, നീ വല്ലാതെ ടെൻഷനാണല്ലേ, ആ ഒരു പോലീസുകാരന്റെ കേസ് കാരണമാണോ നീ ഇത്രയും ടെൻഷനായി നിൽക്കുന്നത്? എങ്കിൽ അതിനൊരു പരിഹാരമുണ്ട്, ഞാനൊരു വക്കീലിന്റെ ഡീറ്റെയിൽസ് തരാം, ആ വക്കീലിനെ ചെന്ന് കണ്ടിട്ട് കാര്യം പറഞ്ഞാൽ മതി, എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്നും സൂര്യയോട് പറഞ്ഞിട്ട് വക്കീലിന്റെ കാർഡും കൊടുക്കുകയാണ്. അങ്ങനെ സൂര്യ നേരെ അകത്തേക്ക് വന്നിട്ട് ശാന്തിയോട് വക്കീലിനെ പറ്റിയുള്ള കാര്യം പറഞ്ഞിട്ട് നേരെ വക്കീലിനെ കാണുവാനായിട്ടും പോകുന്നു. സൂര്യ നേരെ വക്കീലിന്റെ വീട്ടിലേക്ക് എത്തും. വക്കീലാണെങ്കിൽ സൂര്യയെ കണ്ടതും സ്വയമേ പുകഴ്ത്തി കുറേ കാര്യങ്ങൾ പറയുന്നു. ഈ ഏരിയയിലെ പേര് കേട്ട വക്കീലാണ് താനെന്നും താൻ ഭയങ്കര സംഭവമാണെന്നുമൊക്കെ ആ ഒരു വക്കീൽ പറയും. അതേസമയം സൂര്യ പറയും, സാർ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എൻ്റെ കൂട്ടുകാരനെ ഒരു കുരുക്കിൽ പെട്ടിരിക്കുക, എങ്ങനെയെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. എവിടെ തൻ്റെ കൂട്ടുകാരനെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ അവൻ വന്നിട്ടില്ല, അവൻ എൻ്റെ വീട്ടിലാ ഉള്ളത്, അവന് പുറത്തിറങ്ങാൻ വരെ പേടിയാ, അങ്ങനെ ഒരു കുരുക്കിൽ അവൻ പെട്ടിരിക്കുന്നത്, സാർ ഒന്ന് അവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ട് വക്കീലിനെ കൂട്ടിക്കൊണ്ട് സൂര്യ തൻ്റെ വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിയ ഉടനെ തന്നെ വക്കീലിനെ കൊണ്ട് ആ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന റൂമിലെ അവിടേക്കാണ് കയറുന്നതും. ദേ ഇതാണ് സാർ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് സൂര്യ നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. സത്യത്തിൽ എൻ്റെ കൂട്ടുകാരനല്ല പ്രശ്നം, എനിക്കാ പ്രശ്നം. ഇന്ന് രാവിലെ എൻ്റെ മകളുടെ മാല ഒരുത്തൻ മോഷ്ടിച്ചുകൊണ്ട് പോകുവാനായി ശ്രമിച്ചു, ഞാൻ അവനെ പിടിച്ചു തള്ളി, അവൻ തറയിൽ വീണ് മരണപ്പെട്ടു, അയാൾ ആ മരണപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് ആളിനെയും കാണിച്ചു കൊടുക്കും. എന്നാൽ വക്കീലാണെങ്കിൽ അതൊരു പ്രാങ്ക് ഷോ ആണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്, എവിടെയാ ക്യാമറ ഇരിക്കുന്നത്, എന്നെ പറ്റിക്കുവാനായി നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വക്കീൽ വല്ലാത്ത ബഹളം. എന്നിട്ട് വക്കീൽ നേരെ ചെന്നിട്ട് ആ മരണപ്പെട്ട് കിടക്കുന്ന ആളിനടുത്ത് ചെന്നിട്ട് അവനെ തട്ടി വിളിക്കുന്നു, ഡേയ് എഴുന്നേക്ക്, നിന്റെ അഭിനയമൊക്കെ കൊള്ളാമെന്ന് പറയുമ്പോൾ അവനാണെങ്കിൽ എഴുന്നേൽക്കുന്നതേയില്ല. അങ്ങനെ ശ്വാസം നോക്കിയപ്പോൾ ശ്വാസവുമില്ല, ഹാർട്ട് ബീറ്റുമില്ല. അതോടുകൂടി സത്യമാണെന്ന് വക്കീലിന് മനസ്സിലായി. നിങ്ങൾ എന്തായി ചെയ്തു വെച്ചിരിക്കുന്നത്? അയ്യോ എനിക്ക് പേടിയാകുന്നു, ഞാനിവിടെ നിന്ന് പോകുന്നു, എനിക്ക് പോലീസ് ഡെഡ് ബോഡി എന്നൊക്കെ പറയുന്നത് എനിക്ക് വല്ലാത്ത ടെൻഷനാ, എന്നെ ഇതിലൊന്നും ഉൾപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് വക്കീൽ ഇറങ്ങി പോകുവാനായും ശ്രമിക്കും. ഉടനെ തന്നെ അവിടേക്ക് ശാന്തി ഇറങ്ങി വരും. ശാന്തിയാണെങ്കിൽ വക്കീലിന് മുന്നിൽ നിന്ന് കെഞ്ചുകയാണ്, സാർ യഥാർത്ഥത്തിൽ എൻ്റെ ഹസ്ബൻഡ് അല്ല അവനെ പിടിച്ച് തള്ളിയത്, ഞാനാ. എൻ്റെ കൺമുന്നിൽ വെച്ച എൻ്റെ മകളുടെ മാല പൊട്ടിച്ചു കൊണ്ട് പോകുവാനായി അവൻ നോക്കിയത്, ഞാൻ അവനെ പിടിച്ച് തള്ളി, പക്ഷെ മരിച്ചു പോകുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ഞാനായി തെറ്റ് ചെയ്തത് എന്ന് പറഞ്ഞ് അവൾ പൊട്ടിക്കരയും. കരയുന്നത് കണ്ടിട്ട് വക്കീലിന് സഹിക്കാനായില്ല. അവരുടെ രണ്ടുപേരുടെയും നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് അവരെ സഹായിക്കുവാനായിട്ടും വക്കീൽ തീരുമാനിക്കുന്നു. വക്കീൽ പറയും, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ രണ്ടുപേരും കടയിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയം നിങ്ങളുടെ മകളാണെങ്കിൽ വീടിന്റെ മുറ്റത്ത് നിന്ന് സൈക്കിൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുത്തൻ വന്ന് അവളുടെ മാല പൊട്ടിച്ചു കൊണ്ടുപോകാൻ നോക്കുന്നത് നിങ്ങൾ കണ്ടു. ഓടി വന്ന് അവനെ പിടിച്ചൊന്ന് തള്ളി അവൻ താഴെ വീണ് മരണപ്പെട്ടു പോയി. ഇങ്ങനെ മാത്രമേ എവിടെയും പറയാവൂ. നിങ്ങൾ ആദ്യം പോലീസിനെ വിളിച്ചിട്ട് ഈ വിവരം പറയണം. അതിനു മുൻപായിട്ട് ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും മുറ്റത്തെത്തിക്കണമെന്നും വക്കീൽ പറയുന്നു. മുറ്റത്ത് ഡെഡ് ബോഡി എത്തിക്കുന്നതിന് മുൻപ് ആരെങ്കിലും ആ പരിസരത്തുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ട് വക്കീൽ പുറത്തേക്ക് ചെല്ലും. എന്നാൽ അതേസമയം തന്നെ ചീര വെക്കുന്ന ഒരു സ്ത്രീ അവിടേക്ക് വരികയാണ്. വക്കീൽ എങ്ങനെയൊക്കെയോ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. അവരുടെ കയ്യിൽ നിന്നും വക്കീലിന് അവസാനം ചീര വാങ്ങേണ്ടി വരെ വന്നു. വക്കീൽ അകത്തേക്ക് കയറി ചെന്നിട്ട് പറയും, അയ്യോ ഇത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നെ വെറുതെ വിട്ടേരാ, നിങ്ങളായി നിങ്ങളുടെ പാടായി, എന്തായാലും പോലീസിനെ വിളിച്ച് പറയുന്നതിന് മുൻപ് എന്നെ ആദ്യം വെറുതെ വിട്ടേരെ എന്ന് പറഞ്ഞിട്ടാണ് വക്കീൽ അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങുന്നതും. ഉടനെ തന്നെ വക്കീലിനോട് ശാന്തി കരഞ്ഞുകൊണ്ട് കെഞ്ചി പറയുന്നു, സാർ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം, മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന് പറഞ്ഞാണ് അവൾ കെഞ്ചി കരയുന്നതും. അവളുടെ കരച്ചിൽ കണ്ട് വക്കീലിന് വീണ്ടും സഹതാപം തോന്നുന്നു. വീണ്ടും ആരോ കോളിംഗ് ബെൽ അടിക്കുകയാണ്.
ചെന്ന് തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആ ഒരു സൈക്കോ പോലീസുകാരനില്ലേ, അയാൾ തന്നെയായിരുന്നു. ആ ഒരു പോലീസുകാരനെ കണ്ട് വക്കീൽ ഞെട്ടിപ്പോകും. അയാൾ അകത്തേക്ക് കയറി വരും. അയാളും അയാളുടെ ഒപ്പം കോൺസ്റ്റബിളും ഉണ്ടായിരുന്നു. എന്തെന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ സൂര്യയിലെ അവനെ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ്. പണ്ടെന്നോ സൂര്യ ഒരു ഓട്ടോക്കാരനുമായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ടായി. ആ ഓട്ടോക്കാരന്റെ കയ്യിൽ നിന്നും കംപ്ലൈന്റ് വാങ്ങിക്കൊണ്ടാ വന്നിരിക്കുന്നതും. എന്നിട്ട് അയാൾ വന്നിരുന്നിട്ട് സൂര്യയോട്, നീ ഒരു ഓട്ടോക്കാരനുമായിട്ട് പ്രശ്നമുണ്ടാക്കിയില്ലേ, അയാൾ കംപ്ലൈന്റ് തന്നിട്ടുണ്ട്, ഞാൻ FIR ഇട്ടിരിക്കുക, നിനക്ക് മന്ത്രിയെയും MLA യും ഒക്കെ അറിയാമെന്നല്ലേ പറഞ്ഞത്, എങ്കിലൊന്ന് കാണട്ടെ, അവരെയൊക്കെ ഒന്ന് വിളിച്ചു തന്നേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരനാണെങ്കിൽ വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു. എന്നാൽ സൂര്യയുടെ അവസ്ഥ ഇപ്പോൾ മറ്റൊന്നാണല്ലോ. അതുകൊണ്ട് തന്നെ സൂര്യ പറയും, സാറേ എനിക്ക് ആരെയും അറിയത്തില്ല, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാനും അയാളും തമ്മിൽ ഒരു പ്രശ്നവുമില്ല, അന്നതൊക്കെ അവിടെ കഴിഞ്ഞതാ, ഓട്ടോക്കാരനുമായിട്ട് എനിക്കതിനു വേണ്ടി പ്രശ്നമൊന്നുമില്ല എന്നുള്ള കാര്യം സൂര്യ പറയുന്നു. എന്നാൽ ഈ പോലീസുകാരനാണെങ്കിൽ, അതാണോ അയാൾ ഇങ്ങനെ കംപ്ലൈന്റ് തന്നിരിക്കുന്നത്, ദേ നോക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു കംപ്ലൈന്റും എടുത്തു കാണിക്കുന്നു. വക്കീൽ അത് വാങ്ങി നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ സൈക്കോ പോലീസുകാരൻ പറയുന്നത്, നിന്റെ വൈഫ് എവിടെ, അവളും ഇന്നലെ കുറെ നിയമം പറഞ്ഞതാണല്ലോ, അവൾ പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാമെന്ന് പറയും. അയാൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ശാന്തിയെ പുറത്തേക്ക് വരുത്തണം. താൻ പുറത്തേക്ക് ചെല്ലുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ച് ശാന്തി ഉടനെ തന്നെ പുറത്തേക്ക് ചെല്ലും. ശാന്തിയെ കണ്ടതും ആ ഒരു സൈക്കോ പോലീസ് ഇൻസ്പെക്ടർ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവളെ മോശമായിട്ടാണ് ഓരോന്ന് പറയുന്നതും. അത് കേട്ടിട്ട് സൂര്യയ്ക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റിയില്ല. അവൻ തന്റെ കയ്യിലിരുന്ന ഗ്ലാസ് എടുത്ത് പോലീസുകാരന്റെ തലക്കിട്ടൊരടി. അതോടുകൂടി പോലീസുകാരൻ ദേ മരിച്ചു വീണിരിക്കുന്നു. അത് കണ്ടതും ശാന്തിയും വക്കീലും ഒക്കെ സൂര്യ ഒരുപാട് വഴക്ക് പറയുന്നു. ഒരു കേസ് ദേ തലയിലിരിക്കുന്നു, അപ്പോൾ വീണ്ടും ദേ അടുത്തതുണ്ടാക്കി വെച്ചിരിക്കുന്നു, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാണ് ശാന്തിയും കരയുന്നത്. സത്യത്തിൽ അത് നമ്മുടെ സൂര്യയുടെ മനസ്സിൽ തോന്നിയ തോന്നല, അങ്ങനെ ചെയ്യണമെന്നായിരുന്നു അവന്റെ ആഗ്രഹവും. എന്നാൽ ഇപ്പോൾ അവന്റെ അവസ്ഥ വേറൊന്നാണല്ലോ. അതുകൊണ്ട് തന്നെ പോലീസുകാരൻ തന്റെ ഭാര്യയെ അപമാനിച്ചിട്ട് പോലും ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കേണ്ടി വരുന്നു. അതേസമയം തന്നെ ആരോ കോളിംഗ് ബെല്ലടിക്കുകയാണ്. കതക് തുറന്നു നോക്കിയത് നമ്മുടെ വക്കീലും. വന്നത് സൂര്യയുമായിട്ട് ഏറ്റവും കമ്പനിയുള്ള ആ ഒരു ചേട്ടനായിരുന്നു. അയാൾ അകത്തേക്ക് കയറുന്ന സമയത്ത് ആ ഒരു സൈക്കോ പോലീസുകാരനെ ഒരുപാട് കളിയാക്കിക്കൊണ്ടാണ് കയറുന്നതും. എന്നാൽ അതെല്ലാം അകത്തിരുന്ന് സൈക്കോ പോലീസുകാരൻ കേൾക്കുന്നുണ്ടായിരുന്നു. അയാൾ ഉടനെ തന്നെ അവനെ വിളിച്ച് കൂട്ടത്തിൽ നിർത്തും. എന്നിട്ട് പറയും, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇന്നലെ എന്നെ ഓടിച്ചുവല്ലേ, നിങ്ങൾ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്, എങ്കിലൊരു കാര്യം ചെയ്, എല്ലാവരെയും പോയി കൂട്ടിക്കൊണ്ടുപോവാ, ഇല്ല എന്നുണ്ടെങ്കിൽ പണി നിങ്ങൾ വാങ്ങിക്കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ ആ പോലീസുകാരൻ സംസാരിക്കുന്നു. അത് കാരണം ആ താടിക്കാരൻ ചേട്ടൻ പോയി എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന കംപ്ലൈന്റ് പേപ്പറിലെ അത് കാണിച്ചിട്ടാണ് എല്ലാവരെയും വിരട്ടുന്നത്. എന്നിട്ട് പറയും, ഇത് കേസെടുക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഏത്തമിടാനായിട്ടും പറയുന്നു. അതനുസരിച്ച് എല്ലാവരും ഏത്തമിടുകയാണ്. കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, എല്ലാവരെയും കൊണ്ട് ആ പോലീസുകാരനാണെങ്കിൽ ഏത്തമിടിയിപ്പിക്കും. വയസ്സായ ആളുകൾക്കൊക്കെ ഒരുപാട് അത് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലും മനസ്സിലാക്കാതെ തന്റെ ഈഗോയാണ് വലുതെന്ന് അയാൾ ചിന്തിച്ചു. എന്നാൽ ഇതെല്ലാം കാണുന്ന വക്കീലിന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വക്കീല് ആ ഒരു കംപ്ലൈന്റ് പേപ്പർ വാങ്ങി വായിച്ചു നോക്കും. അതിൽ നിന്നും ആ ഒരു കംപ്ലൈന്റ് പേപ്പർ ഫേക്ക് ആണെന്നുള്ള കാര്യം വക്കീലിന് മനസ്സിലായി. വക്കീൽ ആ കാര്യം എല്ലാവരോടും പറയുന്നു. അതേസമയം തന്നെ ആ കൂട്ടത്തിൽ നിന്നൊരു പയ്യനാണെങ്കിൽ തന്റെ മൊബൈലിൽ ക്യാമറ ഓണാക്കി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും വീഡിയോ പിടിക്കുന്നുണ്ടായിരുന്നു. ആ കാര്യം പോലീസുകാരൻ കാണും. ഉടനെ തന്നെ അവന്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുവാനായി പോകും. അത് കാണുന്ന വക്കീല്, എടാ ആ മൊബൈലും കൊണ്ട് നീ എത്രയും വേഗം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക, അല്ല എന്നുണ്ടെങ്കിൽ ആ വീഡിയോ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുവാനായും പറയും. പക്ഷെ അവൻ സെൻഡ് ചെയ്യുവാനായി നോക്കുന്ന സമയത്ത് അത് പറ്റുന്നതേയില്ല. പോലീസുകാരനാണെങ്കിലോ അവനെ അവിടെയെല്ലാം ഇട്ട് ഓടിക്കുന്നു. ഓടിച്ചോടിച്ച് അവസാനം അവൻ ചെന്ന് കയറുന്നതോ ആ ഒരു ഡെഡ് ബോഡി ഒളിപ്പിച്ചിട്ടിരിക്കുന്ന റൂമിലെ അതിലേക്കായിരുന്നു. അതോടുകൂടി സൂര്യയും ശാന്തിയും വിചാരിക്കും, പോയി, എല്ലാം പോയി, അവരുടെ ജീവിതമേ നശിച്ചുവെന്ന്. പോലീസ് ഓഫീസറും ആ പയ്യനും ആ റൂമിൽ കിടന്ന് ഓട്ടമായിരുന്നു. അവൻ ഓടി പുറത്തേക്ക് പോകും. അവനെ പിടിക്കുവാനായിട്ട് പോലീസുകാരൻ പിറകെ ഓടിയ സമയത്ത് കാല് തന്നെ ദേ നേരെ വന്ന് വീഴുന്നത് ഡെഡ് ബോഡി മൂടി വെച്ചിരിക്കുന്നതിന് മുകളിലായിട്ട്. പോലീസുകാരൻ വന്നു വീണ ഫോഴ്സിൽ ഡെഡ് ബോഡിക്ക് ജീവൻ വന്നിരിക്കുന്നു. സത്യത്തിൽ വീണ സമയത്ത് തലയിടിച്ചപ്പോൾ ചെറുതായൊന്ന് ബോധം പോയതാ. എന്നാൽ അവര് കരുതിയത് അവൻ മരിച്ചു പോയിന്നാ. അവനാണെങ്കിൽ ബോധം വന്നതും വല്ലാതെ ശ്വാസം എടുക്കുന്നു. പോലീസിനെ കണ്ടതും തന്നെ പിടിക്കാൻ പോലീസ് വന്നെന്ന് കരുതി ആ വീട്ടിൽ നിന്നും അവൻ ഇറങ്ങി ഓടുവാനായി നോക്കുമ്പോൾ നേരെ വന്ന് വീഴുന്നത് സൂര്യയുടെ മുന്നിലാണ്. അവനെ കണ്ടതും സൂര്യയ്ക്ക് മനസ്സിലായി അവന് ജീവനൊന്നും പോയിട്ടില്ല എന്നുള്ളത്. അവൻ ഉടനെ തന്നെ സൂര്യയെ പിടിച്ച് തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അവന് ജീവൻ വന്നത് കണ്ട് സൂര്യയ്ക്കും ഭാര്യയ്ക്കും ഇപ്പോഴാണ് ജീവനൊന്ന് നേരെ വീണതും. അവർ രണ്ടുപേരും ഒരുപാട് സന്തോഷിക്കുന്നു. സമാധാനത്തോടു കൂടി രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. കുറച്ചു നേരത്തേക്ക് അവരാണെങ്കിൽ അങ്ങ് പരലോകത്ത് പോയി തിരിച്ചു വന്നിരിക്കുകയല്ലേ.
പോലീസുകാരൻ കാണിച്ച അക്രമങ്ങളെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചിരുന്ന ആ ഫോണാണെങ്കിൽ ഇപ്പോൾ വക്കീലിന്റെ കൈവശം കിട്ടിയിരിക്കുകയാണ്. വക്കീൽ അത് വെച്ച് പോലീസുകാരനെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ഇത് ഞാൻ പുറത്തുവിട്ടാൽ എന്താകും അവസ്ഥ എന്നറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരനാണെങ്കിൽ വിരട്ടുന്നു. അപ്പോൾ വക്കീൽ ചോദിക്കും, ഈ ഒരു തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് അത് നമ്മൾ വിട്ടുതരുമോ? ഇത് കണ്ടിട്ടാണോ നിങ്ങൾ ഇങ്ങനെ കിടന്ന് നമ്മളോട് ദേഷ്യപ്പെടുന്നത്? ഇത് ഞാൻ പുറത്തുവിട്ടാൽ എന്താകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പോലീസിനോട് ചോദിക്കും. വീഡിയോ തരണമെങ്കിൽ ഏത്തമിടുവാനായിട്ടും ആ 2 പോലീസുകാരോടും പറയുന്നു. അങ്ങനെ എസ് ഐയും കോൺസ്റ്റബിളും ഏത്തമിടുകയാണ്. അതേസമയം തന്നെ വീണ്ടും ആരോ വാതിലിൽ മുട്ടുന്നു. ചെന്ന് തുറന്നു നോക്കുമ്പോൾ അവിടേക്ക് വരുന്നത് മറ്റാരുമല്ല, ശാന്തിയുടെ അച്ഛനും അമ്മയുമാണ്. വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ഇപ്പോൾ ശാന്തിയുടെ അച്ഛനും അമ്മയും ശാന്തിയെ കാണുവാനായിട്ട് വന്നിരിക്കുന്നത്. അത് ശാന്തിക്ക് വലിയൊരു സർപ്രൈസ് ആയിപ്പോയി. അവൾ ഒരുപാട് കരയും. ശാന്തിയുടെ അടുത്തെത്തിയ അച്ഛനാണെങ്കിൽ ഇത്രയും നാളായിട്ട് അവളെ കാണാൻ വരാതിരുന്നതിന് അച്ഛൻ അവളോട് മാപ്പും പറയുന്നു. അങ്ങനെ കുടുംബമെല്ലാം ഒന്നിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.